നമസ്കാരം. വത്തിക്കാനിലെ പോപ്പിൻ്റെ കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭ വിവിധ സഭകളുടെ കൂട്ടായ്മയാണ്. സ്വതന്ത്ര അധികാരമുള്ള നിരവധി സഭകൾ ഈ കത്തോലിക്ക സഭയുടെ ഭാഗമായുണ്ട്. ലോകത്തെ ഏതാണ്ട് 120 കോടിയോളം കത്തോലിക്കരിൽ 99% എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പോപ്പ് പ്രതിനിധാനം ചെയ്യുന്ന ലത്തീൻ കത്തോലിക്ക സഭയാണ്. ഇന്ത്യയിലെയും ഏറ്റവും വലിയ സഭ ലത്തീൻ കത്തോലിക്ക സഭ തന്നെയാണ്. ഏതാണ്ട് 1,20,00,000 അംഗങ്ങൾ. ആകെയുള്ള ക്രൈസ്തവരിൽ പകുതിയോളം ലത്തീൻ കത്തോലിക്കരാണ്. എന്നാൽ കേരളത്തിൽ ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഏതാണ്ട് 20 ലക്ഷം വരും. ഇവിടുത്തെ ഏറ്റവും വലിയ കത്തോലിക്ക വിഭാഗം സീറോ മലബാർ സഭയാണ്, 50 ലക്ഷം. മൂന്നാമത്തെ കത്തോലിക്ക സഭ സീറോ മലങ്കര സഭയാണ്. കേവലം 5 ലക്ഷം വിശ്വാസികൾ മാത്രമാണ് ആ സഭയ്ക്കുള്ളത്. എന്നാൽ ആ സഭയ്ക്ക് 50 ലക്ഷം വിശ്വാസികളുള്ള സീറോ മലബാർ സഭയ്ക്കും 5 ലക്ഷം മാത്രം വിശ്വാസികളുള്ള സീറോ മലങ്കര സഭയ്ക്കും വത്തിക്കാൻ ഓരോ കർദിനാളന്മാരെയാണ് അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 2 സഭയുടെയും തലവന്മാർ മാർ ജോർജ് ആലഞ്ചേരിയും മാർ ക്ലീമിസും. പൊതുവെ സമാധാന പ്രേമികളും സ്നേഹമുള്ളവരുമാണ് മലങ്കര കത്തോലിക്ക സഭ. യാക്കോബയ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ കത്തോലിക്ക സഭയുടെ ഭാഗമാകുന്നതിന് നടത്തിയ റീയൂണിയൻ ശ്രമം പരാജയപ്പെട്ടപ്പോൾ മാർ ഈവാനിയോസിന്റെ നേതൃത്വത്തിൽ 1930 സ്ഥാപിച്ചതാണ് ഈ മലങ്കര കത്തോലിക്ക സഭ. ഏതാണ്ട് 20 വർഷം കഴിഞ്ഞപ്പോഴും ഏതാണ്ട് 65,000 അംഗങ്ങൾ മാത്രമായിരുന്നു സഭയ്ക്കുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷം അംഗങ്ങളായി മാറിയിരിക്കുന്നു. ആ സഭയുടെ പരമാധ്യക്ഷനായ മാർ ക്ലീമിസ് മനുഷ്യസ്നേഹിയാണ്, വർഗീയവാദിയല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഏക സഭാതലവൻ അദ്ദേഹമാണ്. എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഏക മെത്രാൻ അദ്ദേഹമാണ്. പൊതുവെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സഭ ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൽ 300 ഏക്കർ ഭൂമി സഭയ്ക്കുണ്ട്. അതിൻ്റെ നടത്തിപ്പ് ചുമതല പത്തനംതിട്ട ഭദ്രാസനത്തിനാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഇത് മാനുവൽ ജോർജ് എന്ന് പറയുന്ന കോട്ടയത്തെ ഒരാൾക്ക് ലീസിന് കൊടുക്കുന്നു. ആ ലീസിന് കൊടുത്ത ഭൂമിയിൽ അനധികൃതമായി മണൽ ഖനനം നടത്തുന്നു. എംസാൻഡ് നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ ചെക്ക് ഡാമിൽ നിന്നടക്കം മണൽ വാരി വിറ്റു എന്നത്, മണൽ ഖനനം ചെയ്ത് വിറ്റു എന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി 2020 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാവുന്നു. അതിൻ്റെ അന്വേഷണം വേണ്ട രീതിയിൽ നടക്കാതായപ്പോൾ നാട്ടുകാർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം നടത്തുന്നു. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് സാമുവൽ മോർ ഐറോനിയസിനെയും രണ്ടാമത്തെ പ്രധാനിയായ വികാരി ജനറൽ കോർ എപ്പിസ്കോപ്പയെയും അടക്കം 6 തിരുപ്പട്ടക്കാർ പോലീസ് കസ്റ്റഡിയിലാണ്. വാസ്തവത്തിൽ അവർ ജയിലിലാണ് എന്ന് പറയുന്നതാണ് ഉചിതം. 4 വൈദികർ ജയിലിലാണ്. മാർ ഐറോനിയസും ഈ കോർ എപ്പിസ്കോപ്പയും അവർ 2 പേരും തിരുനെൽവേലി മെഡിക്കൽ കോളേജിലെ സെല്ലിലാണ്, അതായത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ ചികിത്സയുടെ പേരിൽ അവർ സെല്ലിലാണ്. അവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിക്കളഞ്ഞു. അതായത് ഈ മെത്രാനും കോർ എപ്പിസ്കോപ്പയും മെഡിക്കൽ ഗ്രൗണ്ടിൽ പ്രത്യേക അപേക്ഷയാണ് കൊടുത്തത്. 2 പേർക്കും ക്യാൻസർ ആണ് എന്നാണ് വാദം. എന്നാൽ കോർ എപ്പിസ്കോപ്പയ്ക്ക് ക്യാൻസർ ബാധിച്ചതിൻ്റെ ഒരു വിവരവുമില്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും, ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് മലങ്കര കത്തോലിക്ക സഭയുടെ മാനേജ്മെൻറ്റിലുള്ളതാണ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു കത്ത് മാത്രമാണ് സമർപ്പിച്ചത്, മെഡിക്കൽ റെക്കോർഡ്സ് ഇല്ല. മാർ ഐറോനിയസിന് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകളുണ്ട്. എന്നാൽ കോടതി പറഞ്ഞു ഗുരുതരമായ ഒരു അവസ്ഥ ഉള്ളതായി വ്യക്തമാവുന്നില്ല. അവിടെ മാർ ഐറോനിയസ് ചികിത്സ നേടുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലാണ്, അതിവിടെയും തുടരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അടിയന്തര സാഹചര്യമുണ്ട് എന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ മെഡിക്കൽ ചികിത്സ കഴിഞ്ഞാൽ ബിഷപ്പും കോർ എപ്പിസ്കോപ്പയും ജയിലിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മലങ്കര സഭയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം പൊതുവെ വിവാദങ്ങളിൽ പോവാതെ മാന്യമായി നിയമം പാലിച്ച് ജീവിക്കുന്ന ഒരു സഭയാണ്. സഭ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കാരണം മാനുവൽ ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തു, അതോടെ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഞങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥരാണ് എന്നതല്ലാതെ ഞങ്ങൾക്ക് ഈ പണിയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ
ക്രൈംബ്രാഞ്ച് പറയുന്നത് അങ്ങനെയല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിനാമിയായി മാനുവൽ ജോർജിനെ മുൻപിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ലാഭം കൈപ്പറ്റിയിരിക്കുന്നത് സഭാധികാരികളാണ് എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസി. ഇത് തന്നെയാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു, അയാൾ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തു, അതിൻ്റെ പേരിൽ മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടേണ്ടതില്ല. ഉടമസ്ഥനാണ് എന്നതുകൊണ്ട് പ്രതി ചേർക്കപ്പെടാം, പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. പക്ഷേ തെളിയിക്കേണ്ടത് വെറും ഉടമസ്ഥർ മാത്രമാണോ, അതോ ഈ അനധികൃത ഖനനത്തിൻ്റെ ലാഭം അല്ലെങ്കിൽ നേട്ടം സഭാധ്യക്ഷനും മറ്റു വൈദികരും അനുഭവിച്ചു എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് മാനുവൽ ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നെ ഇവിടെ ചുമതല ഏൽപ്പിച്ചു, കരാറൊക്കെ ഉണ്ടാക്കി, എന്നാൽ ലാഭവിഹിതം സഭയ്ക്കും അധികാരികൾക്കും കൊടുത്തിരുന്നു എന്ന മാനുവൽ ജോർജിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ആവണം ഒരുപക്ഷെ പോലീസ് ഇത്രയും കർശനമായ നിലപാടെടുക്കുന്നത്. ഈ വിവാദത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സഭാധികാരികൾ ഇന്ന് വിശദമായ കുറിപ്പിറക്കിയിട്ടുണ്ട്. ഇന്ന് പള്ളികളിൽ വായിച്ച് കേൾപ്പിക്കുന്ന മാവേലിക്കര രൂപതാധ്യക്ഷൻ ജോഷോ മാർ ഇഗ്നാത്യോസ് മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത അയച്ചിരിക്കുന്ന കുറിപ്പ് ഇതാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, അൽമായ സഹോദരങ്ങളെ, മാവേലിക്കര അമലഗിരി അരമനയിൽ നിന്നും സ്നേഹാശംസകൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും സംഘർഷങ്ങളും പത്രമാധ്യമങ്ങളിൽ നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. പരമകാരുണികനായ ദൈവത്തിൻ്റെ കരുണയ്ക്കും സംരക്ഷണത്തിനും നമ്മുടെ സഭയെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പത്തനംതിട്ട ഭദ്രാസനത്തെയും അഭിവന്ദ്യ സാമുവേൽ മാർ ഐറോനിയസ് പിതാവിനെയും വേദനയിലായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെയും ദൈവകരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. വേദനിക്കുന്ന ഓരോരുത്തരോടൊപ്പം നമ്മുടെ ആത്മീയ കൂട്ടായ്മ വഴി നമുക്ക് ചേർന്നിരിക്കാം. അവർ കടന്നു പോകുന്ന സങ്കടകരമായ അവസ്ഥ ഹൃദയപൂർവ്വം നമുക്ക് ഉൾക്കൊള്ളാം. സഭയുടെ തലവനും പിതാവും പരിശുദ്ധ കത്തോലിക്ക ബാവയും സഭയുടെ പരിശുദ്ധ സൂനോദോസും ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കാര്യക്ഷമമായ തരത്തിൽ നേതൃത്വം നൽകുന്നു. നാളെ 2020 ഫെബ്രുവരി 13 ഞായർ നമ്മുടെ സഭയിൽ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെ ദിവസമായി ആചരിക്കുന്നു. വിശുദ്ധ കുർബാന, യാമപ്രാർത്ഥനകൾ, ഉപവാസം, ജപമാല പ്രാർത്ഥന, പരിഹാര പ്രാർത്ഥനകൾ എന്നിവയിലൂടെ ഈ ദുർഘട സന്ധ്യ നമുക്ക് അതിജീവിക്കാം. സഹനശക്തിയെയും ക്ഷമയെയും നൽകി നമ്മെ പ്രതിസന്ധി ഘട്ടത്തിൽ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കാം. ഇതാണ് ഇന്ന് പള്ളികളിൽ വായിക്കുന്ന ഇടയലേഖനത്തിൻ്റെ ചുരുക്കം. തീർച്ചയായും ഈ സഭാധ്യക്ഷനും വൈദികരും മറ്റ് സഭാ അധികാരികളും നിരപരാധികളാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കണം, അവർ വേട്ടയാടപ്പെടരുത്, തർക്കവുമില്ല. പക്ഷേ തമിഴ്നാട് പോലീസ് അത് സമ്മതിക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും തമ്മിലുള്ള ആത്മബന്ധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മാർ ക്ലീമീസും തമ്മിലും ആത്മബന്ധമുണ്ട്. ഇവർ നിരപരാധികളാണ് എന്ന് പിണറായി വിജയന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും നിരപരാധികളായ വൈദികരെ ജയിലിലിട്ട് നരകിപ്പിക്കരുതേ എന്ന് സ്റ്റാലിനോട് പറയേണ്ടതും ആ അർത്ഥത്തിൽ ഈ കേസ് പരിഗണിക്കേണ്ടതുമാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് വൈദികർ ജയിലിൽ കിടക്കുന്നു എന്നത് തന്നെയാവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയുടെ നിരീക്ഷണം കേവലം ഉടമസ്ഥർ എന്നതിനപ്പുറത്തേക്കുള്ള ഗൗരവമായ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ തെളിയിക്കേണ്ടത്. ഈ കൊള്ളയുടെ ലാഭം സഭയോ മെത്രാനോ രൂപതയോ ഏതെങ്കിലും വൈദികനോ കൈപ്പറ്റിയോ എന്നതാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇവിടെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അതായത് അനധികൃത മണൽ ഖനനത്തിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് കരുതുക. ഇല്ലീഗൽ മൈനിങ് ആൻഡ് മിനറൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 21 ചാർജ് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ 5 വർഷം തടവാണ്, ജാമ്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ പീനൽ കോഡിലെ നിരവധി വർഷങ്ങൾ തടവ് വിധിക്കാവുന്ന നിരവധി കുറ്റങ്ങൾ. ഒന്ന് ചീറ്റിംഗ്, അതായത് വഞ്ചന, ബോധപൂർവം ഒരാളെ വഞ്ചിക്കുന്നതിന് വേണ്ടി എടുത്ത നടപടി, സർക്കാരിനെ വഞ്ചിച്ചു അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ വഞ്ചിച്ചു, അതാണ് ചീറ്റിംഗ്. മോഷണം വലിയ കുറ്റമാണ്. മോഷണം അതായത് സർക്കാരിൻ്റെ സ്വത്ത് വഞ്ചന നടത്തിക്കൊണ്ട് മോഷ്ടിച്ചെടുത്തു, മോഷണം. ഫോർജറി, ഇതിനു വേണ്ടി വ്യാജരേഖയുണ്ടാക്കി, അതായത് ഈ പറയുന്ന മോഷണം നടത്തുന്നതിനെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഫോർജറി. യൂസിങ് ഫോർജേഡ് ഡോക്യുമെന്റ് ഡിസോണസ്റ്റ്ലി, അതായത് ഇങ്ങനെ വ്യാജമായി നിർമ്മിച്ച രേഖകൾ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കി. ഒപ്പം 120 നമുക്കറിയാം ദിലീപൊക്കെ പ്രതിയായ ഗൂഢാലോചന. അതായത് ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന. ഇത്രയും ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇത്രയും കുറ്റങ്ങൾ ചുമത്തിയത് കൊണ്ടാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്.
ആ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി വിധിയാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ദോ ദ പെറ്റീഷനേഴ്സ് കൗൺസിൽ ആർഗ്യൂഡ് as the petitioner no way connected with the activity of Manuel George, because after entering the memorandum of understanding, the land was in the custody of the person Manuel George, who entered into the memorandum of understanding with the Diocese of Kerala. The above representation have to be decided only pursuing the memorandum of understanding. Further, the learned counsel for petitioner pleaded that both the petitioner cancer patients and submitted the scan report of the second petitioner accused, who is said to be Bishop, the Diocese of Kerala. There is no medical report submitted by the doctor from second petitioner was taking treatment. ഞാൻ പറഞ്ഞത് ഇത് എണ്ണി പറഞ്ഞിട്ട് കോടതി പറയുകയാണ്, therefore considering the above circumstances, this court is not inclined to grant bail for the petitioner accused in both the petition at this stage and the petition is dismissed. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഇത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ് ഈ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നത്. അതായത് മജിസ്ട്രേറ്റ് കോടതിയല്ല, പിന്നെ ഹൈക്കോടതിയേ ഉള്ളൂ. അടുത്ത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, ഹൈക്കോടതിക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ജഡ്ജാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ്. അഡീഷണൽ സെഷൻസ് ജഡ്ജ് അല്ല, സെഷൻസ് ജഡ്ജുമല്ല, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സെഷൻസ് കോടതിയാണ്, അതായത് മജിസ്ട്രേറ്റ് കോടതിയല്ല. അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അപ്പീൽ പോകാൻ ഹൈക്കോടതിയിൽ പറ്റുമെന്നതാണ്. ഈ സെഷൻസ് ജഡ്ജിൻ്റെ പേര് ഓർക്കേണ്ടതാണ്. സെഷൻസ് ജഡ്ജിൻ്റെ പേര് ശ്രീമതി ജസീന്ത മാർട്ടിൻ എന്നാണ്. അതായത് ക്രിസ്ത്യാനിയാണ് ഈ ജഡ്ജ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതൊരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സഭാതലവനെതിരെയുള്ള നടപടി കൂടിയാണ്. അതുകൊണ്ട് ഇത് മറ്റ് മതമോ ഒന്നും പറയാൻ കഴിയില്ല, നിയമം മാത്രമേ അവിടെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കൂ. ഇവിടെ ഇവർ ഗുരുതരമായ കുറ്റം ചെയ്തു എന്നാണ് ഈ FIR ആവർത്തിക്കുന്നത്. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ ഇതൊന്നും ആരും അറിയുക പോലുമില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല, പോലീസ് അറസ്റ്റ് ചെയ്യില്ല. ഇനി അഥവാ ഇത് കോടതിയിൽ കൊണ്ടുപോയാൽ പോലും ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചാർത്തില്ല. പേരിന് മാത്രം ഒരു വകുപ്പ് ചാർത്തി സർക്കാർ തന്നെ. കാരണം ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്, അതേസമയം തമിഴ്നാട്ടിൽ ഭരിക്കുന്നത് സ്റ്റാലിനാണ്. ഈ വ്യത്യാസം ഗൗരവമുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുന്ന വകുപ്പുകളല്ല. നിരപരാധികളാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്, രോഗാവസ്ഥയിലാണെങ്കിൽ അതും തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്.